കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യ കഴിഞ്ഞ രാത്രിവേളയിൽ ദൈവവചനവുമായി കടന്നു വന്ന് റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ലഭിച്ച അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. വിശിഷ്യ റോസിലും സിസ്റ്ററെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. ഈ ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിനായി അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന കർത്തൃദാസി തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആത്മഭാരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ തന്നോടൊരുമിച്ച് പ്രവർത്തിക്കുന്ന ചീഫ് അഡ്മിന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരുണ്ട്. വിവിധങ്ങളായ നിലകളിൽ, തലങ്ങളിൽ, സാഹചര്യങ്ങളിൽ ഒരുമിച്ച് കർത്തൃനാമത്തെ ഉയർത്തുന്ന ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയെ ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ ശക്തമായി, വ്യക്തമായി, യാതൊരു മായവും ചേർക്കാതെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഒരു ഫേസ്ബുക്ക് പേജാണ് ഈ റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജ്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അതിന്റെ ഉള്ളതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വേണ്ടതുപോലെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് അതിന് ലേശം പോലും, വരവണ്ണം പോലും മാറ്റുവാനുള്ള അവകാശം ഞങ്ങൾക്കാർക്കുമില്ല. നാം ഇങ്ങനെ വായിക്കുന്നു, ഇതിൽ നിന്ന് കൂട്ടാനോ ഇതിൽ നിന്ന് കുറയ്ക്കാനോ ഇവിടെ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വചനത്തിന്റെ നിത്യസത്യങ്ങൾ വളരെ ശക്തിയോടെ വ്യക്തമായി വിളിച്ചു പറയുക എന്നുള്ളതാണ് ഈ ശുശ്രൂഷയിൽ ഞങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മഹനീയമായ ദൈവപ്രവൃത്തി. നിശ്ചയമായും ആ വചനം അത് വെറുതെ പോകത്തില്ല. വചനം അത് വെറുതെ സംസാരിക്കുകയില്ല. യെശയ്യാ പ്രവാചകൻ പറയുന്നു, അതതിന്റെ പ്രവൃത്തി ചെയ്യും. നിശ്ചയമായും സ്പർജൻ പറഞ്ഞതുപോലെ വചനം അഴിച്ചുവിടപ്പെട്ട സിംഹക്കുട്ടിയാണ്. ഒരു സിംഹക്കുട്ടിയെ അഴിച്ചുവിട്ടാൽ അത് വെറുതെ പോയിട്ട് വരുമെന്ന് ആരും കരുതണ്ട. അത് ചെയ്യേണ്ട പ്രവൃത്തി അത് ചെയ്യും. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം തൂക്കമുണ്ട്. ഈ രാത്രിവേളയിൽ ആ വചനത്തിന്റെ മാറ്റമില്ലാത്ത വ്യക്തമായ ദൈവിക സന്ദേശം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, അതുള്ളതുപോലെ ദൈവം അരുളി ചെയ്തു എന്ന് മനസ്സിലാക്കി അതിന്റെ പിൻപിൽ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. ദൈവം പറയുമ്പോൾ അങ്ങനെ ആയിരിക്കാം, ഊഹിക്കാം, വേണമെങ്കിൽ അങ്ങനെ പറയാം, വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കരുതാം. ഇതൊന്നും ദൈവം പറയത്തില്ല. ദൈവം പറഞ്ഞിരിക്കുന്നത് ശക്തമായ നിലയിൽ തന്റെ അരുളപ്പാടാണ്. അതിന് വരവണ്ണം മാറ്റമില്ല, കമ്പൽസറിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വചനത്തിന്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾക്ക് ഒരു പഴുതും ചേർക്കാതെ, ഒരു മായവും ചേർക്കാതെ ഞങ്ങൾ ശക്തിയായി വിളിച്ചു പറയുന്നത്. അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. അത് കേൾക്കുകയും ഗ്രഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് നിശ്ചയമായും ഒരു അനുഗ്രഹമാണ്. ഈ സന്ധ്യ കഴിഞ്ഞ വേളയിലും അല്പസമയം ഈ സന്ദേശം ശ്രദ്ധിക്കുവാൻ സ്നേഹപൂർവം ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയ പ്രേരണ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് സംസാരിപ്പാനാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. ആ 15-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവനോടുകൂടെ എന്തു ചെയ്യുന്നു? ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പരീശന്മാരും ശാസ്ത്രിമാരും പിറുപിറുത്തു. ഈ സമയത്ത് യേശു പറഞ്ഞ ഉപമകളാണ് ഈ 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരീശന്മാരും ശാസ്ത്രിമാരും എല്ലാം കൂടെ യേശുവിന് നേരെ പിറുപിറുക്കുകയാണ്. എന്താ കാര്യം?
യേശുവിന്റെ പ്രസംഗം കേൾക്കുവാൻ ചുങ്കക്കാരായ ആളുകൾ വരുന്നു, പാപികളായവർ വരുന്നു. ആ നിലകളിൽ ഈ സമൂഹത്തിൽ സ്റ്റാറ്റസ് ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ഈ ഉന്നതന്മാരായ ആളുകൾ നോക്കുമ്പോൾ യേശുവിന്റെ പാദമിടത്തിൽ വന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പാപികളായ മനുഷ്യരാ. വെള്ളം അടിച്ച് ചെള്ളുവരിച്ച് വഴിക്ക് വീതി പോരാതെ നിഘണ്ടുവിലില്ലാത്തതും പറഞ്ഞെന്നൊക്കെ പറയുന്ന പോലെ ആ നിലകളിൽ വല്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. കർത്താവ് പറഞ്ഞല്ലോ, രോഗികൾക്ക് മാത്രമേ വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളൂ, എല്ലാവർക്കും അതിന് താല്പര്യമില്ല. അതുകൊണ്ട് ആ നിലകളിൽ പാപരോഗം, നിരാശ, പ്രതിബന്ധങ്ങൾ, ദുഃഖങ്ങൾ, വേദനകളൊക്കെ ബാധിച്ച അനവധി ആളുകൾ എന്റെ യേശുവിന്റെ പാദപീഠത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. എന്റെ കർത്താവിന്റെ അടുക്കൽ വന്നവരെ ആരെയും കർത്താവ് നിരാശയോടെ അയച്ചിട്ടില്ല. കർത്താവിന്റെ അടുക്കൽ വന്നവരെല്ലാം വിടുതൽ പ്രാപിച്ചേ മടങ്ങിപ്പോയിട്ടുള്ളൂ. അതിന്റെ കാരണം, വരുന്നതിന് മുമ്പ് കർത്താവിന് അറിയാം ഇവൻ ആരാന്നുള്ളത്. വ്യക്തമായി അറിഞ്ഞ് ഇടപെട്ട് ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവാണ് ആമേൻ നമ്മുടെ നടുവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളെ നന്നായി അറിയുന്ന ഒരു കർത്താവുണ്ട്. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നു. ഈ പകലിൽ എത്ര വട്ടം ഇരുന്നു, എത്ര വട്ടം എഴുന്നേറ്റു, ഒരു കണക്ക് പറയാമോ? നമുക്ക് ഓർമ്മയില്ല. പക്ഷെ നീ ഇരിക്കുന്നത് കർത്താവിനറിയാം, നീ എഴുന്നേൽക്കുന്നത് കർത്താവിനറിയാം, നിന്റെ നിരൂപണങ്ങൾ അവന് ദൂരത്തു നിന്നറിയാം, നിന്റെ ചിന്തകളെ അവനറിയാം. സകലവും നന്നായി അറിയുന്ന ഒരു കർത്താവിന്റെ അടുക്കലാണ് ഈ രാത്രി വേളയിൽ നാം എല്ലാവരും വന്നിരിക്കുന്നത്. ആ കർത്താവിനെ കുറിച്ച് ഈ പരീശന്മാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം, യഹൂദ സമുദായത്തിൽ അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഭക്തന്മാരെന്ന് നടിക്കുന്ന, അതിൻ്റെതായ നിലകളിൽ ചില ഭക്തിയുടെ വേഷങ്ങളൊക്കെ ധരിച്ച് ചില കർമാദികളും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് പരീശന്മാർ. അതിനെക്കുറിച്ചൊക്കെ സവിസ്താരമായി വിസ്തരിക്കുന്നില്ല. അവരും പിന്നെ ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ വചനത്തിൽ യഹൂദ ന്യായപ്രമാണത്തിൽ നല്ല ജ്ഞാനമുള്ള ആളുകളാണ് ശാസ്ത്രിമാർ. അങ്ങനെയുള്ള ആളുകളെല്ലാം പറഞ്ഞു, ഇവൻ പാപികളോടുകൂടെയാണ് ഇവന്റെ ഭക്ഷണം, ഇവൻ പാപികളോടുകൂടെയാണ് പാർക്കുന്നത്, പാപികളെയാണ് ഇവനിഷ്ടം, ചുങ്കക്കാരെയാണ് ഇവനിഷ്ടം. ഉടനെ കർത്താവ് പറഞ്ഞ ആദ്യത്തെ ഉപമ ഒന്ന് ശ്രദ്ധിക്കണം. സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നാ പറയുന്നത്. യേശുക്രിസ്തു പറഞ്ഞ ആദ്യത്തെ ഉപമയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സഭാപിതാക്കന്മാര് പറയുന്ന സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നാ. അതിങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഒരുവന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, കർത്താവ് പറയുക, 100 ആടുണ്ട് ഒരുവന്, അതിലൊന്നിനെ കാണാതെ പോയാൽ, കേട്ടോ, 100ൽ 1. താഴോട്ട് വായിച്ചു വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട്, അതിലൊന്ന് കാണാതെ പോയാൽ, അപ്പൊ 10-1. 1 100-1, 2 10-1. ഒന്നുകൂടെ താഴോട്ട് വരുമ്പോൾ ഒരുവന് 2 മക്കളുണ്ട്, അതിൽ ഒരുവൻ ദൂരദേശത്തേക്ക് പോയി, അപ്പൊ 2-1. അപ്പൊ കണക്ക് ഒന്ന് ഒത്തുവരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 1 100-1, 2 10-1, മൂന്നാമത് 2-1. ആ നിലകളിൽ കർത്താവ് ഒരു ഉപമ ഇവർക്ക് മനസ്സിലാകുന്ന നിലയിൽ സംസാരിക്കുന്ന ഭാഗമാണ്. ഒരിടയൻ പകല് മുഴുവൻ ആടുകളുമായി മേച്ചിൽപ്പുറം വഴി നടന്ന് അതിനെ തീറ്റിപ്പോറ്റി ആ നിലകളിൽ അതിന് വേണ്ടതെല്ലാം നൽകി ഏതാണ്ട് സന്ധ്യയോടടുക്കുമ്പോൾ നമുക്കറിയാം, വാനം കറക്കാൻ തുടങ്ങുന്ന ഈ സന്ദർഭത്തിൽ ആലിലേക്ക് കൊണ്ടുവരിക. ആലിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ കോലിനടിയിലൂടെ കടത്തിവിടും. 1 2 3 ഇങ്ങനെ എണ്ണി ആലിലേക്ക് കടത്തിവിടുക. ഈ സന്ദർഭത്തിൽ ഒരാടില്ല, 99 ഉണ്ട്, ഒരെണ്ണം കാണാനില്ല. ഉടനെ ഇടയൻ ആശ്വസിച്ചില്ല, 99 ഉണ്ടല്ലോ, 1 പോയാ പോട്ടെയോ. ഒന്നിനെ കുറിച്ച് ഇടയന്റെ ഭാരം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഒരെണ്ണമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അതെവിടാ പോയെന്നറിയത്തില്ല. യാത്രയില്
പച്ച പുൽമേൽ, ക്ഷമിക്കണേ, ഇച്ചിരി അല്പം ഈ റേഞ്ചിന്റെ കുഴപ്പമുണ്ട്. എങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ക്ഷമിക്കുമെന്ന് കരുതുന്നു. ഈ പകല് മുഴുവൻ ഈ ഇടയൻ ഈ ആടുകളുമായി കടന്നുപോയ പച്ച പുൽമാലികളുണ്ട്, പോരാ താഴ്വരകളുണ്ട്, കുന്നുംപുറങ്ങളുണ്ട്, വലിയ കുഴികൾ നിറഞ്ഞ ഭാഗങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്, പലയിടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ കടന്നുപോയ വഴികളിൽ എവിടെയോ ഈ ആട് നഷ്ടപ്പെട്ടു പോയി. ഒരാടേ ഉള്ളൂ. പക്ഷെ ഇടയൻ എന്ത് ചെയ്തു? 99 ആലയിലാക്കിയിട്ട് ഒന്നിനെ തേടി അങ്ങ് ഇറങ്ങി. എവിടൊക്കെ പോകാമോ പകല് മുഴുവൻ യാത്ര ചെയ്ത ഇടങ്ങളിലേക്ക് ഈ ഇടയൻ സഞ്ചരിക്കുക. മുള്ളും കല്ലും കുപ്പിച്ചില്ലും എന്ന് വേണ്ട ഏതൊക്കെ സാഹചര്യങ്ങളാണ്. ഇരുട്ടി തുടങ്ങി, വല്ലാത്തൊരു അന്തരീക്ഷം. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ഈ ഇടയൻ യാത്ര ചെയ്യുക. അവൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്റെ ആടിനെ എനിക്ക് കണ്ടെത്തണം. എന്റെ കൈക്കരയാണ്, എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാണ്, അതിനെ എനിക്ക് കണ്ടെത്തണം. അതിനുവേണ്ടി ഇടയൻ ആലവിട്ട് ഈ ഒരാടിനെ അന്വേഷിച്ച് കടന്നു പോകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ശ്രദ്ധിക്കണമേ, ഈ ഒരാടിനെ തേടി വന്ന ഇടയൻ ആരാ? അതാണ് മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ അവൻ ആലയിൽ നിന്ന് എവിടേക്കോ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ എവിടെയോ അകപ്പെട്ട്, കുഴിയിലാണോ, ചപ്പിനകത്താണോ, മലമ്പ്രദേശത്താണോ, പുൽമാലിയിലാണോ ഒന്നും അറിയില്ല. എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒരാടുണ്ട്. ആ ആടിനെ അന്വേഷിച്ച് ഇടയൻ ഇറങ്ങി ആ ഇടയൻ രാക്കാലം മുഴുവൻ തിരയുകയാണ്. തന്റെ ആടിനെ കണ്ടെത്താതെ തനിക്ക് കഴിയത്തില്ല. എന്റെ കർത്താവ് ആദ്യം പറഞ്ഞ ഉപമ ശ്രദ്ധിക്കൂ. നഷ്ടപ്പെട്ടു പോയൊരാടിനെ തേടി വരുന്ന നല്ല ഇടയൻ. ഈ രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞ ഉപമയുടെ അർത്ഥം എന്താണ്? കേട്ടോ, ശ്രദ്ധയോടെ നാം പഠിച്ചാൽ നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ അന്വേഷിക്കുന്ന ഇടയനെയാണ് ഇന്ന് രാത്രി സ്വർഗം നമ്മുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുന്നത്. ഒത്തിരി ആടുകൾ ഇവിടെ ഉണ്ട്. കർത്താവ് പറഞ്ഞല്ലോ, നീതിമാന്മാരെ അല്ല പാപികളെ എത്ര രക്ഷിപ്പാൻ ഞാൻ വന്നത്. ഇന്ന് പലരും നീതിമാന്മാരായി ചമയുക. നമുക്കറിയാമല്ലോ, പ്രാർത്ഥിക്കാൻ രണ്ടുപേര് വന്നു. ഒരുത്തൻ ചുങ്കക്കാരനും മറ്റൊരുവൻ പരീശനുമാ. പരീശൻ ഇങ്ങോട്ട് വന്ന് പ്രാർത്ഥന തുടങ്ങി. ഒറ്റ പ്രാർത്ഥനയാ. കർത്താവെ, ഞാൻ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പതാരം കൊടുക്കുന്നു, ചെയ്യുന്നു, വരുന്നു, പോകുന്നു, എല്ലാം. പക്ഷേ ചുങ്കക്കാരൻ അങ്ങോട്ട് മാറി അടുത്ത് പോലും വന്നില്ല. ഒരൊറ്റ നെഞ്ചത്തടി അടിച്ചേച്ച് പറഞ്ഞു, അയ്യോ പാപിയായ എന്നോട് കരുണ തോന്നണമേ. പുസ്തകം പറയുന്നു, ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി പോയി. കേട്ടോ, ഈ പരീക്ഷം പറയുക, ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. നിന്റെ ജയിത്തുകൊണ്ടൊന്നും വലിയ നേട്ടമൊന്നും കർത്താവിനുണ്ടെന്ന് തോന്നുന്നില്ല. ചിലരങ്ങനെ ഏതാണ്ടെല്ലാം ചെയ്യുന്നെന്നാ പറയുന്നേ. പക്ഷേ പുസ്തകം പറയുന്നു, നാം അപ്രയോജന ഭൃത്യന്മാരാ. ഇതുവരെ പ്രയോജനകരമായി ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും നമ്മൾ പറയുന്നത്, നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, പോകുന്നു, വരുന്നു, കൊടുക്കുന്നു. പക്ഷേ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടുണ്ടോ? ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തവണ്ണം ദൈവത്തിന് വേണ്ടി പ്രകാശിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ദൈവമക്കളൊന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. പലപ്പോഴും വാഗൊണ്ട് പലതും നമ്മൾ പറഞ്ഞ് രക്ഷപ്പെടുന്നവരാ. ദൈവമക്കളുടെ വായ്ത്താളം കൊണ്ട് രക്ഷപ്പെടുന്നവരാ പലരും. അതെ, സ്തോത്രം. ലവോദിക്ക സഭയെ കുറിച്ച് അങ്ങനെയാണല്ലോ പറയുന്നത്. ഞാൻ സമ്പന്നൻ, എനിക്ക് എല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല എന്നൊക്കെ നീ പറഞ്ഞും കൊണ്ട് നീ ദരിദ്രവാസിയാണെന്നാ പറഞ്ഞിരിക്കുന്നേ. പറച്ചിലേ ഉള്ളൂ, പക്ഷെ ജീവിതമില്ല. വെറും പറച്ചിൽ കൊണ്ട് കാര്യം നടത്തുക. ഈ കാലങ്ങളിൽ ദൈവജനത്തോട് ദൈവത്തിന് പറയാനുള്ള ദൂതിത, വെറുതെ ദൈവസന്നിധിയിൽ നിന്ന് വീമ്പളക്കാതെ ദൈവത്തിന്റെ പാദപീഠത്തിൽ മുട്ടുകുത്തി പറ, ദൈവമേ, എന്നെ വിളിച്ച സ്ഥാനത്ത് ഞാൻ അപ്രയോജന ഭൃത്യനാ, എനിക്ക് പ്രയോജനപ്പെടാൻ പറ്റിയിട്ടില്ല എന്ന് സമ്മതിക്കുന്ന ചിലരെയാ ദൈവത്തിന് ആവശ്യം.
ഉറങ്ങുന്നവനെ ഉണർത്താം, തട്ടിയാ മതി. പക്ഷെ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പറ്റത്തില്ല. ഇന്ന് ആത്മീയ കോളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്നറിയാം, ഉറക്കം നടിക്കുക. ഉറങ്ങുന്നവനെ തട്ടി ഉണർത്താം, എഴുന്നേറ്റാട്ട് ബ്രദറെ എന്ന് പറയാം. പക്ഷേ ഉറക്കം നടിക്കുന്നവനെ ആർക്കുണർത്താൻ കഴിയും? നടനമാ, വെറും നടനമാ, അഭിനയമാ. ആത്മീയ ഗോളം അഭിനയഗോളമായി മാറുകയാ കേട്ടോ. അനുഭവത്തോടുകൂടെ ഇറങ്ങിയ പലരും അനുഭവത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ട് ഇന്ന് വെറും അഭിനയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് എവിടെ തിരിഞ്ഞാലും കാണുവാനായിട്ട് കഴിയും. എന്നെ ശ്രദ്ധിക്കുന്നവരെ പിണങ്ങാൻ പറയുകയല്ല. ഈ ദിവസങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തോടുള്ള ബഹുമാനവും സ്നേഹവും സമർപ്പണവും ഒക്കെ ഉണ്ടോ എന്ന് ഒന്ന് ശോധന ചെയ്യുവാൻ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ സത്യങ്ങളെ ദൈവം നമ്മെ ഫലമേൽപ്പിച്ചത്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ദേശത്ത് പലരെയും ദൈവം മാറ്റി നിർത്തിയിട്ട് ഉന്നതന്മാരുണ്ട്. ദൈവത്തിന് വേണമെങ്കിൽ അവരെ ചെന്ന് പിടിച്ച് ഇതിനെ നടുക്കൊണ്ട് നിർത്താമായിരുന്നു. പല ഉന്നതന്മാർ, ശ്രേഷ്ഠന്മാർ, പണക്കാരെ, പല നിലകളിൽ വിദ്യാഭ്യാസമുള്ളവർ, അവരെയെല്ലാം മാറ്റി നിർത്തി ഒന്നിനും കൊള്ളാത്ത എന്നെയും നിന്നെയും ഇതിനകത്ത് കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ടത് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ ദൈവമേ എന്റെ കഴിവ് കൊണ്ടല്ല ഞാനിത് ചെയ്യുന്നത്. എനിക്ക് ഈ ദിവസങ്ങളിൽ ചിലത് ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ കൃപ എന്റെ മേലൊന്ന് പകരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കൃപ ധാരാളമായി ദൈവം പകരാൻ പോകുകയാ. ഏൽപ്പിച്ചു കൊടുക്കുന്ന ചിലരെ കർത്താവിന് ആവശ്യമുണ്ട്. ഏറ്റുപറയുന്ന ചിലരെ കർത്താവിന് ആവശ്യമുണ്ട്. മടങ്ങി വരുന്ന ചിലരെ കർത്താവിന് ആവശ്യമുണ്ട്. കിടക്കുന്നിടത്ത് കിടന്ന് ഉരുളുന്നവരെ അല്ല, അഭിനയിക്കുന്നവരെ അല്ല. അരോചകമായി സാഹചര്യങ്ങളുടെ നടുവിൽ ഒന്ന് എഴുന്നേക്കാൻ പോലും താല്പര്യമില്ലാതെ എഴുന്നേറ്റ് പ്രകാശിക്കുക എന്നുള്ള ദൂത് പലപ്പോഴും പരിശുദ്ധാത്മാവ് നിനക്ക് തന്നിട്ടും വ്യതിചലിച്ച് വഴിമാറി കടന്നു പോകുന്ന അനുഭവത്തെ ഒന്നും മാറ്റിമറിച്ച് ഇന്ന് രാത്രി ഒന്നും മടങ്ങി വരുവാൻ ചിലരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് സംസാരിക്കുക. പലവട്ടം ദൈവാത്മാവ് ഇടപെട്ടു, പല സാഹചര്യങ്ങളിലൂടെ ഇടപെട്ടു, ദൈവദാസന്മാരുടെ ഇടപെട്ടു, ദൈവദാസിമാരോടുകൂടി ഇടപെട്ടു. എന്നിട്ടും ദൈവസന്നിധിയിലേക്ക് പാദങ്ങൾ എടുത്തു വെച്ച് ഈ ദിവസങ്ങളിൽ തീരുമാനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയാത്ത ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. പറഞ്ഞാട്ടെ കർത്താവേ, ശങ്കത്തരച്ച് പറഞ്ഞാട്ടെ, എന്നോടൊന്ന് കരുണ കാണിക്കണം. എന്റെ നേട്ടങ്ങളോ ഞാൻ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന പല കാര്യങ്ങളോ ഒന്നും പൊക്കി പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഒരു കാര്യവുമില്ല. എനിക്ക് ഈ ദിവസങ്ങളിലൊന്നും മടങ്ങി വന്ന് എന്റെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് സമർപ്പിക്കപ്പെടുന്ന ചിലരെ കർത്താവ് ഇന്ന് രാത്രി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെ പോയാൽ എന്റെ വിഷയം വിട്ടുപോകും. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഈ ആട് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഒരാടേ ഉള്ളൂ, പക്ഷെ ഇടയൻ അന്വേഷിക്കുക. ഇന്ന് രാത്രിയിലും നഷ്ടപ്പെട്ട ചിലരെ അന്വേഷിക്കുന്ന ഒരു നല്ല ഇടയനെ ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ ഉയർത്തുകയാ. ദൈവ സന്നിധിയിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ പാപിയുടെ ചിത്രമാണ് പരിശുദ്ധാത്മാവിടെ വരച്ചിരിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിന്റെ മറവിലും നിറവിലും ദൈവത്തോടൊരുമിച്ചുള്ള കൂട്ടായ്മ ബന്ധത്തിലും ആത്മീയമായ നല്ല നല്ല അനുഭവങ്ങളിലും ആയിരിക്കേണ്ടതിന് ദൈവം നിന്നെ സൃഷ്ടിച്ച് മെനഞ്ഞ് നിന്നെ വളർത്തി ഉയർത്തി നിനക്ക് വേണ്ട നന്മകൾ തന്നു. പക്ഷേ നീ ആയിരിക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് എവിടേക്കോ ദൈവകൃപയിൽ നിന്ന് അകന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്നെ എന്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്നെ തെരയുവാന് ഇന്ന് രാത്രി ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്നത്. നിന്റെ ജീവിതത്തിന്റെ പരാജയങ്ങളെ, പരിവേദനങ്ങളെ, തകർച്ചകളെ ഇന്ന് രാത്രി അറിഞ്ഞ് നിന്നെ ആലയിലേക്ക് മടക്കി വരുത്തുവാൻ ഒരു നല്ല ഇടയൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്നെ കണ്ടെത്തിയല്ലാതെ അവൻ മടങ്ങി വരികയില്ല. നിന്നെ ശുശ്രൂഷിച്ചല്ലാതെ, നിന്റെ മുറിവുകളെ കെട്ടിയിട്ടല്ലാതെ, നിന്റെ ജീവിതത്തെ ഇന്ന് രാത്രി നേരായ പാന്താവിലേക്ക് കൊണ്ടുവന്നിട്ടല്ലാതെ എന്റെ കർത്താവ് മടങ്ങി വരികയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല
ഇടയനാകുന്നു. അടുത്ത പദം ഇങ്ങനെയാണ്, ഞാൻ ആടുകൾക്ക് വേണ്ടി എന്റെ ജീവനെ കൊടുക്കുന്നു. സ്തോത്രം. ഇടയൻ വെറും ഇടയനല്ല, ജീവനെ കൊടുക്കുന്ന ഒരു ഇടയൻ. അതിന്റെ ആ തലേവാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ആമേൻ. അറുക്കുവാനും മുടിപ്പാനും നശിപ്പിപ്പാനും എത്ര കള്ളൻ വരുന്നത്. കള്ളൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന പദം അഗറോസോ എന്നാണ്. അഗറോസോ എന്ന് പറഞ്ഞാൽ ആ പഴയ പാമ്പില്ലേ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അറുത്ത് മുടിച്ച് നശിപ്പിക്കുന്ന ആ പഴയ പുള്ളിയുണ്ടല്ലോ. ഇന്നും അനേകരെ ദൈവസന്നിധിയിൽ നിന്ന് അറുത്തുകൊണ്ടിരിക്കുക, മുടിച്ചുകൊണ്ടിരിക്കുക, നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നാശം ജീവിതത്തിൽ വന്ന ചിലരെ ഇന്ന് രാത്രി സമൃദ്ധിയായ ജീവനിലേക്ക് നടത്തുവാൻ ഒരു നല്ല ഇടയൻ, ആമേൻ, നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ടെന്നുള്ള സന്ദേശമാണ് സുവിശേഷത്തിന്റെ കാതലായ ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത സന്ദേശം. നീ ആയിരിക്കുന്ന അനുഭവത്തിലേക്ക് ഇന്ന് രാത്രി ആ ഇടയൻ നിന്നെ തേടി വരികയാണ്. ഒന്നിനു വല്ല വിലയുണ്ടോ? പറയാം, ഒന്നിന് വില കൊടുക്കുന്നവനായി എന്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ലോകം പറയുന്നത് ഒന്നേ അല്ലേ ഉള്ളൂ. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ നേതാവ് തന്നോടുകൂടെ ഒത്തിരി അണികൾ ഉള്ളതാ തനിക്കിഷ്ടം. ഒത്തിരി അണികൾ കൂട്ടത്തിൽ നിന്ന് എങ്കിലാ ചിന്താവാതെ വിളിക്കാനുണ്ടെങ്കിൽ രാഷ്ട്രീയ നേതാവിന് നല്ല സന്തോഷം. ഒരാളോ ഒരു മുറിയാളോ ഒക്കെ നിന്ന എന്നെ ആകാനാന്നേ അവർ പറയുള്ളൂ. എന്നാൽ എന്റെ കർത്താവിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്റെ കർത്താവ് ഒരിക്കലും ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലൊക്കെ കിടപ്പുണ്ട്, വാക്യങ്ങളൊന്നും എടുത്തു വിവരിക്കുന്നില്ല. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് ജനത്തിനെല്ലാം അപ്പം കൊടുത്ത് ഈ അപ്പം തീനി എല്ലാം തിന്ന് ഇഷ്ടംപോലെ തിന്ന് ശേഷിപ്പിച്ച കൊട്ടയൊക്കെ ആയിട്ട് ശിഷ്യന്മാര് നിൽക്കുമ്പോ കർത്താവ് പറഞ്ഞു, ഞാൻ ഈ അപ്പം തരാൻ വന്നതല്ല. നിങ്ങളുടെ എല്ലാം ധാരണ നിങ്ങൾക്ക് റേഷൻ കിട്ടുന്നത് പോലെ അപ്പം കിട്ടിയാൽ കൊള്ളാം. പക്ഷെ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമാ. കർത്താവ് ഈ അപ്പം കൊടുത്ത എന്തിനാണെന്നറിയാമോ? താൻ ആരാണെന്ന് വെളിപ്പെടുത്താനാ. പലരും ഇപ്പോഴും അപ്പത്തിന് വേണ്ടിയാ കർത്താവിന്റെ പുറകെ നടക്കുന്നത്. കർത്താവേ, ഒന്നുമില്ല, അപ്പം കിട്ടണം, റേഷൻ കിട്ടണമെന്ന്. എടാ, നിനക്ക് റേഷന് അപ്പം തരാൻ വേണ്ടി വന്ന ആളല്ലെന്ന് കർത്താവ്. പക്ഷെ കർത്താവ് തരത്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ കർത്താവ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? കർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്താനാ. കർത്താവ് അങ്ങോട്ട് വെളിപ്പെടുത്തി. എങ്ങനെ വെളിപ്പെടുത്തി? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ചില ദൂതുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഇപ്പൊ ഒന്നും പറയാൻ സമയം നമ്മുടെ മുമ്പിൽ പോരാ. ഇതിങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ അടുക്ക വന്ന അപ്പം തിന്ന പുള്ളികളെല്ലാം തിരിച്ചുപോയി. ഒരു നന്ദിയില്ലാത്ത അപ്പത്തീനികൾ ഇവന്മാരെല്ലാം പൊക്കളഞ്ഞെന്നേ പോയി. കർത്താവ് നോക്കിയപ്പോ ആരുമില്ല. അപ്പം തിന്നവന്മാരെല്ലാം ഒരൊറ്റ പിടിയില്. കർത്താവ് നോക്കിയപ്പോ 12 പേര് നിപ്പുണ്ട്, 12 പേര്. കർത്താവ് തിരിഞ്ഞെന്നെ ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. പൊക്കോ. എന്റെ കർത്താവിന്റെ ശ്രദ്ധിച്ചോ? കർത്താവ് ചോദിക്കുക, നിങ്ങളും കൂടെ എന്റെ കൂടെ ഒന്ന് കൂട്ടത്തിൽ നിൽക്കണേ, നിങ്ങൾ പോകരുതെന്നൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടേ പൊക്കോ. സ്തോത്രം. ഉടനെ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ അങ്ങേ വിട്ട് എങ്ങോട്ട് പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. ഞങ്ങൾ അപ്പം തിന്നേച്ച് അങ്ങയുടെ കൂടെ കൂടാൻ വന്നവരല്ല. ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രനാണ്. നിത്യജീവന്റെ മൊഴികൾ അങ്ങയുടെ പക്കലുണ്ട്. ഇപ്പൊ ഒത്തിരി അപ്പത്തീരികളുണ്ട്. യേശു കൊടുക്കുന്ന അപ്പം തിന്നുക, തിന്നേച്ച് അപ്പം കിട്ടാതെ വരുമ്പോ ഒരൊറ്റ പോക്ക. പിന്നെ അവരെ കാണുന്നില്ലെന്നീ ചെന്ന് പറയുന്ന പാസ്റ്ററെ, പ്രാർത്ഥിച്ചിട്ട് അപ്പം കിട്ടിയില്ല. സ്വത്രം. അത് യഥാർത്ഥമായിട്ട് യേശു എന്തിനാ വന്നെന്ന് മനസ്സിലാക്കാത്ത കൊണ്ടാ. യേശു ഈ അപ്പം കൊടുത്ത് എന്തിനാണെന്നറിയാമോ? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണെന്ന് വെളിപ്പെടുത്താനാ. ആ ജീവന്റെ അപ്പം കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും. എന്റെ കർത്താവിനെ ഭക്ഷിക്കുന്ന ആ അനുഭവം കർത്താവിനെ ഈ ദിവസങ്ങളിൽ അനുഭവിച്ചറിയുന്ന ഒരവസ്ഥ, അത് വെറും അപ്പം തിന്നുന്ന പോലെ അല്ല. അങ്ങനെയുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് അപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബിജായി പറഞ്ഞില്ലേ, ഈ കല്ലൊന്ന് അപ്പമാകാൻ കൽപ്പിക്ക. നിനക്ക് വിശക്കുന്നില്ലേ? ഉപവാസം എല്ലാം കഴിഞ്ഞ് വന്നതല്ലേ?
അയ്യോ, പിശാച് ആരാ പുള്ളിയെന്നറിയോ? നമ്മുടെ ഇപ്പോഴത്തെ പുള്ളികളായിരുന്നു അന്നേരം കൈയൊക്കെ ചുരുട്ടി വെച്ചേച്ച് ഇങ്ങോട്ട് മാറി നിൽക്കണോ എന്ന് പറഞ്ഞ് കല്ലിങ്ങോട്ട് മാറ്റി വെച്ചേച്ച് പെട്ടെന്ന് അപ്പമാക്കിയേന്. കർത്താവ് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്ന് ആ വാളിങ്ങോട്ട് ഊരി, വചനമാകുന്ന വാളെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ടും ജീവിക്കുന്നു. ഈ അരച്ചാൻ വയറിന് വേണ്ടിയല്ലേ നമ്മളെല്ലാം ജീവിക്കുന്നത്? അതേന്നേ ഇവിടെ എന്തിനാ ഇതെല്ലാം ചെയ്ത്? അരച്ചാൻ വയറിന് വേണ്ടി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ ഈ അരച്ചാൻ വയറിന് വേണ്ടി അല്ല ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞേ. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കണം. ഞാൻ വാക്യങ്ങളൊന്നും വായിക്കാൻ സമയം എന്റെ മുമ്പിലില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ വിശപ്പിക്കുകയും നിങ്ങളെ വിശപ്പിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങളെ സ്വർഗത്തിലെ മന്ന തീറ്റാനാ നിങ്ങളെ വിശപ്പിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? വിശക്കുന്നവൻ ഭൂമിയിലേക്കാണ് നോക്കുന്നത്. പക്ഷേ എന്റെ കുഞ്ഞുങ്ങൾ വിശന്നാൽ അവര് മുകളിലേക്ക് നോക്കണം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലേ, നിന്റെ ഭൗതിക വിഷയത്തിന്റെ മുൻപിൽ നിനക്ക് ഉയരങ്ങളിൽ നിന്ന് പൊഴിയുന്ന ചിലതുണ്ടെന്നായി പറഞ്ഞ്, ഭൗതികമായ ചില നന്മകൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, അതല്ല അതിന്റെ അടിത്തറ. ഭൗതികം ദൈവം നിനക്ക് തരും, തന്നാലും തന്നില്ലെങ്കിലും ആത്മീയ അനുഭവത്തിലൂടെ മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് അവൻ വിശുദ്ധിയോടെ ദൈവകൃപയോടെ ദൈവത്തിന് വേണ്ടി നിൽക്ക, നിനക്കുള്ള വഴികളെ തമ്പുരാൻ തുറക്കും. സ്തോത്രം. ഇപ്പോഴത്തെ പ്രസംഗങ്ങളിലെല്ലാം മുൻഗണന ഭൗതികമാണ്. സൈക്കിളും കൊണ്ട് വന്നാട്ടെ, കാറും കൊണ്ട് പോകാം. അതെ, കാറും കൊണ്ട് വന്നോ, ലോറിയും കൊണ്ട് പോകാം. എന്നോട് ഒരാൾ ചോദിച്ചു, എന്നാ പാസ്റ്ററെ ലോറി കിട്ടാത്ത? ഞാൻ പറഞ്ഞു, കിട്ടത്തില്ലെന്ന് പറഞ്ഞു. നീ ലോറി മേടിക്കാൻ ദൈവത്തെ വരണ്ടെന്ന്, വല്ല കാശുണ്ടാക്കി ലോറി മേടിക്കും. സ്തോത്രം. വിശുദ്ധ ദൈവവചനത്തിന്റെ താളുകൾ പഠിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ചിന്തകളിൽ നിന്ന് വിട്ടുപോയാൽ അങ്ങ് പോകും. വിശുദ്ധ ബൈബിളിൽ അനുഗ്രഹം എന്ന് പറയുന്നതിനെ ഇന്ന് തെറ്റിദ്ധരിച്ചു പോയി. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം, ക്രിസ്തുവേശുവിൽ നിങ്ങളെ സകല നിലയിലും അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. ആത്മീയ അനുഗ്രഹങ്ങളാണ് ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്. വീണ്ടെടുപ്പ്, ദത്തെടുപ്പ്, ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ 13 കാര്യങ്ങൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ഇതാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. ആ നിലകളിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വെറും ഭൗതികമായ 4 കാശിനെയും എന്തെങ്കിലും ശാപ്പാടിന്റെയും ഗതികേടിലേക്ക് ആമേൻ വലിച്ചു താത്ത് അതിനുവേണ്ടി മാത്രം നീങ്ങുന്ന പലരെ കാണുമ്പോൾ വേദനയുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം നിനക്ക് എല്ലാം തരാൻ ശക്തരാ. പക്ഷെ ദൈവത്തെ മുന്നമേ അന്വേഷിക്കണം, അവന്റെ നാമത്തെ അന്വേഷിക്കണം, അവനെ ആരാധിക്കണം, അവനെ സേവിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? പൊക്കോ. ദൈവത്തിന് സ്തോത്രം. എന്റെ കർത്താവ് ഒന്നിന്റെ വില അറിയുന്നവനാ. ശ്രദ്ധിക്കണമേ. 99 മാറ്റി നിർത്തി ഒന്നേ ഉള്ളെങ്കിലും ഇന്ന് രാത്രി ഒരാളെ വചനം കേൾക്കുന്നുള്ളെങ്കിലും അതറിഞ്ഞ ഞങ്ങൾ ഈ ശുശ്രൂഷിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിൽ ഞങ്ങൾ പോയി പ്രസംഗിച്ചു. തമിഴ്നാട്ടില്, കർണാടകത്തില് പലയിടങ്ങളിൽ പോയി പ്രസംഗിക്കാറുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ ഒരാത്മാവിന്റെ വില ഞങ്ങൾക്കറിയാം. അത് സർവ്വലോകത്തെ ും വിലയുള്ളതാണ് ഒരാത്മാവിന്റെ വില. ഞാൻ ആയാങ്കുടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ ജീവിതത്തിലെല്ലാം അസ്തമിച്ചു. ജീവിതം അവസാനിപ്പിക്കാൻ വന്നൊരു സഹോദരൻ രക്ഷിക്കപ്പെട്ടു. ഇന്ന് വലിയൊരു പാസ്റ്ററാണ്. അവന്റെ മക്കളെല്ലാം ഉന്നതമായ നിലയിലാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, അങ്ങനെ അനുഭവങ്ങൾ ഒത്തിരി ഞങ്ങൾക്ക് പറയാനുണ്ട്. ഒരാടിനെ എങ്കിലും ഇന്ന് രാത്രി അന്വേഷിച്ചിറങ്ങിയിരിക്കുന്ന ഒരു ഇടയനെ ഈ ഫേസ്ബുക്ക് പേജിൽ ആത്മാവിൽ പരിചയപ്പെടുത്തുകയാ. ആമേൻ. ഇതിന്റെ ഓരോ ചിത്രങ്ങളും കാണുകയും ആമേൻ നമ്മുടെ വൈകാരികമായ പ്രതലങ്ങളെ ഇളക്കിവിടുന്ന, ലൈംഗിക ആസക്തി ഉളവാക്കുന്ന പല ചിത്രങ്ങളും ഈ ഫേസ്ബുക്ക് പേജുകളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. മനുഷ്യനെ അവന്റെ ശാപത്തിലേക്കും പാപത്തിലേക്കും വലിച്ചിഴയ്ക്കുന്ന പല ചിന്തകളിലേക്ക്
ഇന്നിന്റെ ലോകം മാറിമറിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ പറയട്ടെ, നിന്നെ ഈക്കളിപ്പെടുത്തുന്ന പലതും നിന്റെ ജീവിതത്തിൽ പുറമേ നിനക്ക് തരുന്ന താൽക്കാലികമായ സുഖം നിമിഷങ്ങൾ കൊണ്ട് തീരുന്നതാ. നിനക്കുള്ള മദ്യവും മയക്കുമരുന്നും ലഹരികളും അതെല്ലാം നിന്റെ ജീവിതത്തെ കാർന്നു തിന്നുന്നതാ. ഗാന്ധിജി പറഞ്ഞ പോലെ മദ്യപാനം മൃത്യുപാനമാ, മരണത്തെ നിപ്പാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനുഷ്യരെ വരിഞ്ഞു മുറുകി ബന്ധിച്ച് പാപത്തിൽ കൂട്ടിക്കെട്ടി അവന്റെ ജീവിതം ഭയാനകമായ നിലയിലേക്ക് നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഈ കേൾക്കുന്ന ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത സന്ദേശം നിന്നെ രൂപാന്തരപ്പെടുത്തിയെടുത്ത് നിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച് നല്ല ഇടയനായ യേശു ക്രിസ്തുവിനോട് ചേർത്ത് നിന്നെ പണിതെടുക്കുവാൻ, ആരിലേക്ക് നിന്നെ മടക്കി വരുത്തുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് ആഹ്വാനം ചെയ്യുകയാണ്. ആടിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇടയൻ അതിനെ തോളിലെടുത്തു കൊണ്ടുവന്ന കാഴ്ച കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. 10 ദ്രഹ്മയുള്ളൊരു സ്ത്രീയെ. ദ്രഹ്മ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ വേലയ്ക്കുള്ള കൂലിയാ. ദ്രഹ്മ 10 ദ്രഹ്മ. ഞാൻ പറഞ്ഞല്ലോ, സവിസ്താരമായി വിസ്തരിക്കുവാനുള്ള അവസരം ഞാൻ എടുക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ മുൻകാല വെള്ളി നാണയം പോലെ ചെറിയ വളയത്തിനകത്ത് ഈ 10 ദ്രഹ്മ ഇങ്ങനെ കെട്ടിത്തൂക്കുമായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു മണവാളൻ ഒരു മണവാട്ടി എന്ന് പറഞ്ഞാൽ തനിക്ക് വിവാഹം കഴിക്കുവാൻ പോകുന്ന ഒരു സ്ത്രീയെ, ഒരു കന്യകയെ ചെന്ന് കാണുമ്പോൾ അവൾക്ക് കൊടുക്കുന്നത് 10 ദ്രഹ്മ. ചരിത്രം നമുക്കത് പഠിക്കാനായിട്ട് കഴിയും. യഹൂദന്മാരുടെ ചരിത്രമൊക്കെ വെച്ച് പഠിച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ 10 ദ്രഹ്മയും ഒരുപോലെ ഒരു വളയത്തിനകത്താക്കി ഇവളുടെ നെറ്റിമേൽ ഇങ്ങനെ കെട്ടി, തലയിൽ ഇങ്ങനെ കെട്ടിയിടും. അങ്ങനെ കെട്ടിയിട്ട് ഈ മണവാളൻ ഇവളെ പാണിഗ്രഹണം കഴിക്കുന്നവരെ ഇത് വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിക്കേണ്ട കടപ്പാട് ആർക്കുള്ളതാ? ഈ പതിവ്രതയായ സ്ത്രീക്കുള്ളതാ. എന്നാൽ അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ മണവാളൻ ഇവളുടെ പാതിവൃത്യത്തെ സംശയിക്കും. ഒന്നുപോലും നഷ്ടപ്പെടാൻ പാടില്ല. കാരണം ഇവളെ പാണിഗ്രഹണം കഴിക്കേണ്ട ആ മണവാളനെ ഏൽപ്പിച്ചിരിക്കുന്നതായി 10 ദ്രഹ്മ. പക്ഷെ എന്ത് സംഭവിച്ചു? അതിലൊന്ന് നഷ്ടമായി. അയ്യോ, അവൾ വീടിനകത്ത് വിളക്ക് കത്തിച്ചു. പോരാ, ചൂലെടുത്ത് എല്ലായിടവും എന്ത് ചെയ്തു? അടിച്ചു തൂക്കാൻ തുടങ്ങി. അവളുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടമായി തീർന്ന ആ ദ്രഹ്മയെ വളരെ ശ്രദ്ധയോടെ തൂത്തുവാരി അടിച്ച് വിളക്ക് കത്തിച്ച് ആ വീട് മുഴുവൻ തിരയുക. ഞാൻ ചോദിക്കട്ടെ, ആത്മമണവാളനാകുന്ന കർത്താവ് നിന്നെ ഏൽപ്പിച്ച ദ്രഹ്മ, അവൻ പാണിഗ്രഹണം നടത്തുന്നവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ചിലതില്ലേ? ഉണ്ടോ? സ്തോത്രം. എവിടെയോ പോയില്ലേ? പ്രാർത്ഥിക്കേണ്ട നിന്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടോ? ആരാധനയുടെ ആത്മീയ ആന്തരിക അനുഭവം ഇപ്പോഴുണ്ടോ? വിശുദ്ധിയുടെ തീ അതിൻ്റെതായിരിക്കുന്ന നിലവാരത്തിൽ അതിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ വന്നു പോയ, നഷ്ടപ്പെട്ടു പോയ ചിലതിനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സഹോദരി നിനക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് രാത്രി വിളക്ക് കത്തിക്കേണ്ട സമയമാ, അടിച്ചു വാരേണ്ട സമയമാ. പൊടിപടലങ്ങൾക്കടിയിൽ എവിടെയോ എങ്ങോ നിന്റെ കരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കൃപയുടെ അനുഭവമുണ്ടല്ലോ. മണവാളം വരുമ്പോൾ അവന്റെ തിരുമുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ട അനുഭവങ്ങളുണ്ടല്ലോ. എവിടെയോ കൈമോശം വന്നു പോയിട്ടുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അതിനെ ഈ ദിവസങ്ങളിൽ ഒന്ന് അടിച്ച് വാരി ശുദ്ധീകരിച്ച് ക്രമീകരിച്ച് ഈ ദിവസങ്ങളിൽ തിരികെ എടുക്കേണ്ട സമയമാണ്. ദൈവം ഏൽപ്പിച്ചതിന്റെ കണക്ക് ചോദിക്കുന്ന ദിവസം വരാൻ പോവാ. പാട്ടുകാരൻ പറയുന്നത്, കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ചു ചോദിക്കും നേരം ശരിക്കൊരുത്തരം നൽകാൻ നിനക്ക് വല്ലതുമുണ്ടോ? അവസരം ഇനിയുമുണ്ടോ മനുജ? അവസരമുണ്ടോ? ഇന്നാണ് അവസരം. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നവരോട് പറയുകയാണ്, ദൈവം ഏൽപ്പിച്ച, മണവാളൻ ഏൽപ്പിച്ച ചിലത് നിനക്ക് കൈമോശം വന്നു പോയിട്ടുണ്ട്. വിളക്ക് കത്തിക്കേണ്ട സമയമാ, ഉണരേണ്ട സമയമാ കേട്ടോ. ഉണർവ്. അയ്യോ, ഉണർവെന്നും പറഞ്ഞിരിക്കുക. ഒരു നല്ല സ്വോത്രം പോലും പറയുകയല്ല. നമ്മുടെ അനീഷ് കാവാലം പറയുന്ന പോലെ 90 കിലോ ഉണ്ട്, ഒരു സ്വോത്രം പോലും പറയരുതെന്ന് പറയുന്ന പോലെ
അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഞാൻ പറഞ്ഞത്, ദൈവം ഏൽപ്പിച്ചതിന്റെ പിറകിൽ ദൈവത്തെ ആരാധിക്കാൻ പോലും കഴിയാതെ ആത്മീക പേരും പറഞ്ഞ് അഭിനയത്തിന്റെ തോതിൽ ഇന്ന് രാത്രി എങ്ങനെങ്കിലും ജീവിതം നയിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ തമ്പുരാന്റെ കണക്ക് ചോദിക്കുന്ന ദിവസം വരാൻ പോവുക. നിന്നെ ഏൽപ്പിച്ച താലന്ത് അത് ശോശാമയോട് നീ കണക്ക് പറയണ്ട, അത് ചാക്കോച്ചോട് പറയണ്ട. ദൈവം നിനക്ക് തന്നത് ദൈവം നിന്നോട് ചോദിക്കും. ദൈവം നിന്നെ ഏൽപ്പിച്ചത് നിന്നോട് ചോദിക്കും. ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞില്ലെങ്കിൽ ദൈവം നിന്നോട് ചോദിക്കും. അതുകൊണ്ട് അവൾ അടിച്ച് തൂത്ത് വാരി ആ ദ്രഹ്മ തിരിച്ചെടുത്തു. ആ വീട്ടിൽ വലിയ സന്തോഷമുണ്ടായി. പറഞ്ഞ് പോകുവാൻ സമയമില്ല, എന്റെ വാക്കുകൾ ദീർഘമാക്കുന്നില്ല. ഇവിടെ ഇതാ ഒരുവന് 2 മക്കൾ. രണ്ട് മക്കൾ. അതിൽ ഒരുത്തൻ അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് വേണ്ടുന്നതല്ലേ ഇങ്ങ് തന്നെ, എന്റെ അവകാശമല്ലേ ഇങ്ങ് തന്നെ. ഇപ്പോഴത്തെ അപ്പന്മാരാണ് കൊടുക്കുകയില്ല, പോട്ടെ, വിശദീകരിക്കുന്നില്ല. പക്ഷെ ഈ അപ്പൻ, ഈ സ്വർഗീയ പിതാവുണ്ടല്ലോ, ഇവിടെ സ്വർഗീയ പിതാവിന് തുല്യമായി അപ്പൻ വേണ്ടതെല്ലാം അവന് കൊടുത്തു. അവനിതെല്ലാം അടിച്ചെടുത്തോണ്ട് ഒരൊറ്റ പോക. പഞ്ചനക്ഷത്ര ഹോട്ടലിലും കയറാവുന്നിടത്തും ഇറങ്ങാവുന്നിടത്തും പോകാവുന്നിടത്തും എല്ലാം പോയി. അവകാശമെല്ലാം നഷ്ടമാക്കി, എല്ലാം തീർന്നു. അവസാനം പന്നി, ഇസ്രയേലിന് ഏറ്റവും നിഷിദ്ധമായ ഒന്നാ പന്നി. പന്നിയെ മേയ്ക്കുന്ന ജോലി കിട്ടി. മുതലാളി നോക്കിയപ്പോ പന്നി നന്നാകുന്നില്ല, കൊച്ചൻ നന്നാകുന്നുണ്ട്. കാരണം പന്നിയുടെ വാള വരെ അവൻ തിന്നാൻ തുടങ്ങി. മുതലാളിക്ക് മനസ്സിലായി ഇനി വരെ ഇവിടെ നിർത്തിയാൽ രക്ഷപ്പെടത്തില്ല. ആകപ്പാടെ അവനോട് കഠിനമായിട്ട് ഇടപെടാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം രാവിലെ അവൻ എഴുന്നേറ്റ് ഇങ്ങനെ കയ്യും വെച്ച് ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ, എന്റെ അപ്പന്റെ വീട്ടിലെ, ഞാൻ വളർന്ന വീട്ടിലെ എത്രയോ കൂലിക്കാര് തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാനോ പട്ടിണി കിടക്കും. പന്നിയുടെ വാളവനെ പോലും ഇപ്പൊ കിട്ടുന്നില്ല. ഞാനിവിടെ കിടക്കത്തില്ല, ഞാൻ മടങ്ങിപ്പോവും. എന്റെ അപ്പന്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് വാതിൽക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയും, അപ്പ, ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാ ഞാൻ യോഗ്യനല്ല. അപ്പന്റെ മുമ്പ് ഞാൻ ഏറ്റു പറയും. ഇത് പറഞ്ഞ് മകൻ എഴുന്നേറ്റു. കവളൊട്ടിയവൻ, കണ്ണൊട്ടിയവൻ, ജീവിതത്തിലൊന്നും അവനില്ലാത്തവൻ, നിരാശനായി, നിരാശ്രയത്തോടുകൂടെ, നിരാശ്രയബോധത്തോടുകൂടെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുക. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ദീർഘനാളുകളായി എന്നും മകൻ ഇറങ്ങിയോ അന്ന് മുതൽ അപ്പൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. എന്റെ മകൻ എന്നും മടങ്ങി വരും, എന്റെ മകൻ എന്നും മടങ്ങി വരും. ഇന്ന് രാത്രിയിലും നിന്റെ മടങ്ങി വരവ് കാത്തൊരപ്പൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. വാതുക്കലേക്ക് നോക്കി, ദൂരേക്ക് നോക്കി, അപ്പന്റെ ഭവനം വിട്ട് ഇറങ്ങിയ മകനെ അന്വേഷിക്കുന്ന ഒരു പിതാവ്. ആമേൻ. ദൂരവേ കണ്ടപ്പോഴേ അപ്പന് മനസ്സിലായി, ആ മടങ്ങി വരുന്നത് എന്റെ ജോർജ് കുട്ടിയാണ്. ഒരിക്കൽ ഞങ്ങളുടെ സഭയിലും ഈ വിഷയം പ്രസംഗിച്ചപ്പോൾ ഒരു അമ്മച്ചി എഴുന്നേറ്റ് പറഞ്ഞു, മുടിയൻ പുത്രന്റെ പേരെന്താന്ന് അറിയാമോ എന്ന് പാസ് ചോദിച്ച പറഞ്ഞു, ജോർജ് കുട്ടി എന്നാന്ന് പറഞ്ഞു. അപ്പോഴാ പിന്നെയാ മനസ്സിലായത്, നാടകത്തിനകത്ത് ജോർജ് കുട്ടി എന്നായിരുന്നു പേര്. അതുകൊണ്ട് ജോർജ് കുട്ടി എന്ന് അങ്ങ് പറഞ്ഞു പോയതാ. ജോർജ് കുട്ടി എന്നൊന്നും അല്ല പേര്, എന്താണെന്ന് അറിയത്തില്ല. എന്തും ആയിക്കോട്ടെ, ജോർജ് കുട്ടി മടങ്ങി വരിക. അപ്പൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു, അവന് വേണ്ടി ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. ഇന്ന് രാത്രിയിലും നിന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട് കേട്ടോ. നാളുകൾക്ക് പുറകിൽ അപ്പനോട് അവകാശവാദം പറഞ്ഞ് മേടിക്കേണ്ടതെല്ലാം മേടിച്ച്, നശിപ്പിക്കേണ്ടതെല്ലാം നശിപ്പിച്ച്, മുടിയൻ പുത്രൻ മുടിഞ്ഞിടത്തു നിന്ന് മടങ്ങി വന്ന് അവൻ രക്ഷപ്പെട്ട ചരിത്രമായി പുസ്തകം എഴുതിയിരിക്കുന്നു കേട്ടോ. അവൻ മടങ്ങി വന്നു, അപ്പനോട് പറഞ്ഞു, അപ്പാ. അത് പറഞ്ഞപ്പോഴേ അപ്പം പിന്നെ ബാക്കി കാര്യമൊന്നും പറയിച്ചില്ല. നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു എന്നൊന്നും പറയാൻ പറ്റിയില്ല. അതിനു മുമ്പ് അപ്പം പറഞ്ഞു, വേഗം അവന്റെ കാലിച്ചേരി പിടിക്ക്. ഓഹോ, അവന് വേണ്ടി അറുക്കണ്ട ആ കാളയെ അറുക്ക്. അവന് വേണ്ടി ആ വാദിത്രങ്ങളും ആ പാട്ടുകാരെയും വിളിക്ക്. ആ വീട് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇന്ന് രാത്രിയിലും ഒരു മടങ്ങി വരവിന് വേണ്ടി സ്വർഗം ചിലരെ മാടി വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പന്റെ ഭവനം വിട്ട്, സ്വർഗീയ കർത്താവിന്റെ ഭവനം വിട്ട് ഇറങ്ങിയ ദൈവപൈതലേ, നിന്റെ ജീവിതം അനാവശ്യത്തിനും അവിടെയും ഇവിടെയൊക്കെ ചെലവഴിച്ച് നശിച്ച് അവൻ ജീവിതത്തിനൊരു മുടിഞ്ഞ പുത്രനെ പോലെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മടങ്ങി വരവിന്റെ രാത്രിയാ. പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിക്കുക. നിന്നെ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട് കേട്ടോ. ഒരു സ്വർഗീയ പിതാവുണ്ട്. എന്റെ മകൻ എന്നും മടങ്ങി വരും. ഓ, എന്റെ കുഞ്ഞെന്നും മടങ്ങി വരും. അവന്റെ പാപത്തിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, അവന്റെ ദോഷ വഴികളിൽ നിന്ന് അവൻ എന്നും മടങ്ങി വരും. ഇന്ന് രാത്രി പറയുമോ, ഞാൻ മടങ്ങി വരും. ഒരാടിനെ ഇടയൻ തേടിപ്പോയി.
ഒരു ദ്രഹ്മയെ അടിച്ച് തൂത്തുവാരി കണ്ടെത്തി. പക്ഷേ ഒരു മകൻ അവൻ മടങ്ങി വന്നു. ഇന്ന് രാത്രി മടങ്ങി വരുന്ന ചില പാപികൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗം സന്തോഷിക്കത്തക്ക നിലയിൽ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ദൈവസാമീപ്യം വിട്ടകന്നു പോയിട്ടുണ്ടെങ്കിൽ തീരുമാനമെടുത്താട്ടെ, കർത്താവേ ഞാൻ മടങ്ങി വരിക, ഞാൻ മടങ്ങി വരിക. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, ഈ വചനം കേൾക്കുന്ന ജീവിതങ്ങളെ കർത്താവ് രക്ഷിക്കണമേ. യഥാർത്ഥമായി ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ വചനത്തിനൊത്തവണ്ണം ഈ ദിവസങ്ങളിൽ തങ്ങളെ സമർപ്പിപ്പാനിടയാക്കണമേ. നല്ല ഇടയൻ ആടുകളെ തേടി ഒരാടിനെ തേടി വന്നതുപോലെ, അല്ല, നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ അത് വിളക്ക് കത്തിച്ച് അടിച്ചു വാരി തേടിയെടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഇടയനായ കർത്താവ് ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായ ചെറുതിനെ ഈ ദിവസങ്ങളിൽ വിളക്ക് കത്തിച്ച് അടിച്ചു വാരി ക്രമീകരണത്തോടെ മടങ്ങി വരുവാൻ, അല്ല, അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരാത്ത ചിലര് ഞങ്ങളെ ശ്രദ്ധിക്കാൻ ചിലര് മടങ്ങി വരുവാൻ ഇന്ന് രാത്രി കൃപ ചെയ്യണം. ശുശ്രൂഷകളെ മാനിച്ചതിനായി ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനം. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.